സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. എൻ്റെ ടെലിഫോൺ നമ്പർ 9847104717. ഇന്നത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മരിച്ചവർ തുടർന്നും പെൻഷൻ വാങ്ങുന്നത് അവരെ വെറുതെ വിടാമോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും അത് വിമർശനങ്ങളായാലും അനുമോദനങ്ങളായാലും എന്തായാലും അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ നെൽസൺ മണ്ടേല പറഞ്ഞ ഒരു വാചകം ആമുഖമായി ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. നെൽസൺ മണ്ടേല നിങ്ങൾക്കറിയാം, സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ കറുത്തവർഗ്ഗക്കാരനായ പ്രസിഡൻ്റായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിയെ പോലെ ലോകമെങ്ങും ആദരിക്കുന്ന വ്യക്തിയാണ് നെൽസൺ മണ്ടേല. അദ്ദേഹം നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭാരതരത്ന ബഹുമതിയും കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വർണ്ണവിവേചനത്തിനെതിരായി ധീരധീരം പോരാടുകയും അനവധി വർഷം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം സമയം ജയിലിൽ കഴിയും ഒക്കെ ചെയ്ത മഹാരഥനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു വാചകം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കാം. As long as poverty, injustice and gross inequality persist in our world, none of us can truly rest. As long as poverty, injustice and gross inequality persist in our world, none of us can truly rest. അതായത് ലോകത്ത് ക്ഷാമവും ഭക്ഷണമില്ലായ്മയും അരാജകത്വവും കെടുകാര്യസ്ഥതയും തട്ടിക്കലും പൊട്ടിക്കലും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ആർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ചും കൂടി ലളിതമാക്കി പറഞ്ഞാൽ, there is nothing lower than a rich person stealing from the poorest. There is nothing lower than a rich person stealing from the poorest. ഒന്നും കൂടി ലളിതമാക്കി മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഇലനക്കിപ്പട്ടിയുടെ കിരുനക്കിപ്പട്ടി എന്ന് പറയും. നല്ല പട്ടികൾക്ക് വീട്ടിൽ വളർത്ത് അവകാശികളുണ്ടാവും. ഒരു ബിരിയാണിയും ഇറച്ചിയൊക്കെ കൊടുക്കും. അനാഥരായ പട്ടികളാണ് റോഡിൽ അനാഥരായി നടന്ന് വല്ലരും വലിച്ചെറിയുന്ന ഇലയിൽ നക്കുന്നത്. ആ പട്ടിയുടെ കിറിയിൽ നക്കുന്ന ചില പട്ടികളുണ്ട്. അവരെ പരമതെണ്ടികൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇലനക്കിപ്പട്ടിയുടെ കിരുനക്കിപ്പട്ടി. അവർ എത്ര അധമന്മാരാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെയുണ്ട് ഇരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്നവൻ. ഇരന്ന് തിന്നുന്നവൻ ആരാ? ഒരു രക്ഷയില്ലാത്തവനാണ്. അവൻ്റെ അടുത്ത് തട്ടിപ്പറിച്ചെടുക്കുന്നവനാ അവൻ പരമനാറിയാണ്, പരമച്ചെറ്റയാണ് എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം ഒരു ഉദാഹരണം. 1999 ഇറങ്ങിയ വിനയൻ സംവിധാനം ചെയ്ത വാസുദേവും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന വിനയൻ ചിത്രം. ആ ചിത്രത്തിൽ നമുക്കറിയാം നായകൻ കലാഭവൻ മണിയാണ്. പക്ഷേ കലാഭവൻ മണിയുടെ ജ്യേഷ്ഠൻ്റെ കഥാപാത്രമായി അവതരിപ്പിക്കുന്ന മേഘനാഥൻ അന്തരിച്ച ബാലൻ കെ നായരുടെ മകനാണ്. രണ്ടുപേരും ബാലൻ കെ നേരത്തെയും മേഘനാഥൻ ഈയിടെയും മരിച്ചുപോയി. അന്ധനായ ഗായകൻ കലാഭവൻ മണി തെരുവോരത്ത് പാടിക്കിട്ടുന്ന നാണയത്തുട്ടുകൾ തട്ടിയെടുക്കാൻ നടക്കുന്ന ആരോഗ്യവാനായ ജ്യേഷ്ഠനെ നാം എത്ര പുച്ഛത്തോടെയാണ് കണ്ടത്. അതാണ് ഇലനക്കിപ്പട്ടിയുടെ കിരുനക്കിപ്പട്ടിക്ക് നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷമായ ഉദാഹരണം. ഇതിലേക്ക് കൂടുതലായി കടക്കുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം കൂടി ആമുഖമായി പറയണം. ഇടുക്കിയിലെ അടിമാലിയിൽ 80 വയസ്സ് പിന്നിട്ട 2 സ്ത്രീകൾ, മറിയക്കുട്ടിയും അന്നമ്മ ഔസേപ്പും, തങ്ങൾക്ക് കിട്ടിയിരുന്ന ക്ഷേമ പെൻഷനായ 1600 രൂപ നഷ്ടപ്പെട്ടിട്ട് തെരുവോരത്തിൽ തെണ്ടാനിറങ്ങിയത് ജനശ്രദ്ധ ആകർഷിച്ചിട്ട് ഇന്നേക്ക് 1 വർഷവും 1 മാസവും ആയിരിക്കുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് അവരുടെ ഈ പ്രത്യക്ഷ സമരം ജനശ്രദ്ധ ആകർഷിക്കുകയും സർക്കാരിനെതിരെ വളരെ ചോദ്യശരങ്ങൾ ഉയർത്തുകയും ചെയ്തത് എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കണം. സംസ്ഥാന സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കുകയും ചെയ്ത ഒരു വസ്തുതയായിരുന്നു ഇത്. ക്ഷേമ പെൻഷൻ യഥാസമയം വിതരണം ചെയ്യുന്നതിന് സർക്കാർ നേടുന്ന പ്രയാസം, അതായത് പാപ്പര് സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും തട്ടിക്കലും വെട്ടിക്കലും ഒക്കെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. നമുക്കറിയാം അവരാണ് 1600 രൂപ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ സാധുക്കളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. ക്ഷമിക്കണം. അത് തട്ടിയെടുക്കാൻ നടക്കുന്ന അധമന്മാരെ പറ്റി എന്ത് പറയാനാണ്? പിന്നീട് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിലും
നമുക്കറിയാൻ കഴിയുന്നത് 3 മാസത്തെ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയുണ്ടെന്നാണ്. ഇവരെ ഇലനക്കിപ്പട്ടിയുടെ കിരുനക്കിപ്പട്ടി എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക? ഈ കൃത്യമായിട്ട് ഇവരാരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു കണക്ക് കൂടി നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അതായത് 1450 പേരാണ് ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരൊക്കെ ഉന്നത BMW കാർ വരെയുള്ളവരും ഇതേപോലെ 1600 രൂപ ക്ഷേമ പെൻഷൻ തട്ടിച്ചെടുക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ് ഈ വസ്തുതയുടെ രൂക്ഷത നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ കടമെടുത്തും ക്ലേശിച്ചും സംസ്ഥാന സർക്കാർ വളരെ വളരെ കഷ്ടപ്പെട്ട് നൽകുന്ന 1600 രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ സർക്കാരിലെ 1458 ജീവനക്കാർ അനർഹമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് 2 ആഴ്ചക്ക് മുമ്പ് പുറത്തു വന്നത്. ഇക്കൂട്ടത്തിൽ 2 കോളേജ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും വരെയുണ്ട്. വിവിധ വകുപ്പുകളിലെ ഗസറ്റഡ് റാങ്കുള്ള ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിലുണ്ട്. ആൾ വിവരമറിയിക്കാനുള്ള മസ്റ്ററിംഗ് സംവിധാനം, അതായത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തുന്ന ആ സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഈ കടമ്പയൊക്കെ കടന്ന് എങ്ങനെയാണ് ഇവർ ഇത് കൈപ്പറ്റുക എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാകാവുന്നത്. മറ്റു കാര്യമായ വരുമാനങ്ങളൊന്നുമില്ലാതെ ഈ ചെറുതുക കൊണ്ട് ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് ക്ഷേമ പെൻഷൻ്റെ അർഹ ഗുണഭോക്താക്കളെന്നറിയാത്തവരല്ല ഈ പരമതിണ്ടികൾ. എന്നിട്ടും ആ നീക്കിവെപ്പിൽ ഒരു പങ്കുപറ്റാൻ കാട്ടിയ സത്യസന്ധതയില്ലായ്മ, അഭിമാനമില്ലായ്മ, ഇവരെയാണ് ഈ നല്ല കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂടി മാനഹാനി വരുത്തിവെച്ച ദരിദ്രവാസികൾ. നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ പഠന സഹായം ചെയ്ത എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ സ്കൂൾ അധ്യാപകർ നമ്മൾക്കിടയിലുണ്ട്. അവരുടെയൊക്കെ സത്പേരിനെ ബാധിക്കുന്ന വിധത്തിലാണ് ചെറിയൊരു വിഭാഗത്തിൻ്റെ ഈ അന്യായ പ്രവൃത്തി കലാശിച്ചിരിക്കുന്നത്. അർഹിക്കുന്ന നിയമവകുപ്പ് തല നടപടികൾ തെറ്റുകാർക്ക് ഉണ്ടാവുക തന്നെ വേണം. ഇവരെ ഈ ഗുണഭോക്തൃ പട്ടിക പൂർണ്ണമായി ശുദ്ധീകരിച്ച് അർഹതയുള്ളവർ മാത്രമേ ആനുകൂല്യം പറ്റുന്നുള്ളൂ എന്ന് ഉറപ്പാക്കേണ്ട കടമ കേരള സർക്കാരിനാണ്. മലപ്പുറം കോട്ടയ്ക്കലിൽ വിജിലൻസ് അന്വേഷണത്തിൻ്റെ വകുപ്പ് മന്ത്രി, ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകിയെന്ന വാർത്തയും നാം കേൾക്കുന്നു. വീട്ടിൽ BMW കാറും എയർ കണ്ടീഷണറും അടക്കമുള്ള വളരെ പോഷായിട്ട് ജീവിക്കുന്ന ചില മാന്യന്മാർ വരെ ഇത്തരം 1600 രൂപ പിച്ചക്കാശ് വാങ്ങുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ പെൻഷൻ ഉപഭോക്തൃ പട്ടിക ധനകാര്യ വകുപ്പ് പരിശോധനാ വിഭാഗം ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഇതിന് കൂട്ടിനിന്ന ഉദ്യോഗസ്ഥർക്കടക്കം എതിരെ വിജിലൻസ് അന്വേഷണത്തിന് മന്ത്രി ബാലഗോപാൽ നിർദ്ദേശിച്ചു എന്നും നാം അറിയുന്നു. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് അന്വേഷണം വരുന്നത് എന്ന് അറിയുന്നു. ഈ കോട്ടയ്ക്കലിലെ 7-ാം വാർഡിൽ മാത്രം 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് പരിശോധന നടത്തിയപ്പോൾ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തി. മരിച്ച ഒരാളുടെ പേരിലും പെൻഷൻ വാങ്ങുന്ന ബിരുദനും ഇക്കൂട്ടത്തിലുണ്ടെന്ന് കണ്ടെത്തി. BMW കാർ ഉടമ നാട്ടിൽ അറിയപ്പെടുന്ന ആളാണ്, പേര് പറയുന്നില്ല. തദ്ദേശ സ്ഥാപന അധികൃതർ എങ്ങനെയാണ് ഈ വൻ പണക്കാരന്, കോടീശ്വരന് 1600 രൂപ ക്ഷേമ പെൻഷൻ അനുവദിച്ചു എന്നതറിയുമ്പോൾ ധനവറുപ്പ് തന്നെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെ സൗകര്യങ്ങളുണ്ട്. സർവീസ് പെൻഷൻകാരുടെ ജീവിത പങ്കാളികളും പെൻഷൻ വാങ്ങുന്നുണ്ട്. ഒരു വാർഡിൽ കൂട്ടത്തോടെ അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. ഇത് കണക്കിലെടുത്ത് കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ ക്ഷേമ പെൻഷൻകാരുടെയും അർഹത പരിശോധിക്കാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചു എന്നും നാം അറിയുന്നു. അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ നടപടി കണ്ടെത്താനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഈയിടെ പറഞ്ഞു. ധനകാര്യ സ്ഥാപനങ്ങളെ മോശക്കാരാക്കാറല്ല പരിശോധന നടത്തുന്നത്. ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടാകാം. വിശദമായ അന്വേഷണത്തിൽ ഇതൊക്കെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അത് ഇതാണ്:
ജീവനക്കാരുടെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം അനർഹമായി കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്നും വർഷം തോറും മസ്റ്ററിംഗ് നടത്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, ചിലരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാലും ഉദ്യോഗസ്ഥ വൃന്ദവും കേൾക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം നടന്നത്. അന്വേഷണത്തിൽ ഇരട്ടത്താപ്പില്ല എന്ന് KN ബാലഗോപാൽ ആവർത്തിച്ച് പറയുമ്പോഴും നമുക്ക് ചില കണക്കുകൾ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതുണ്ട്. 2017, 2018 മുതൽ 2020-21 വരെയുള്ള ഘട്ടത്തിൽ 96,285 ഗുണഭോക്താക്കൾ മരിച്ചിട്ടും സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായിട്ടാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 118-19 കോടി രൂപ ഈ കണക്കിലാണ് ഖജനാവിൽ നിന്ന് നഷ്ടമായത്. ഈ തുകയാകട്ടെ KSSPL വഴിയാണ് കടമെടുക്കുന്നതാണല്ലോ എന്നും കൂടി നാം ചിന്തിക്കണം. ഏതാണ്ട് 1 കോടി രൂപയും ഇതിൻ്റെ പലിശയായി സർക്കാരിന് ചിലവായതായി കണക്കാക്കപ്പെടുന്നു. ഇനിയുമുണ്ട് CAGയുടെ കണ്ടെത്തുകൾ ധാരാളം. കടക്കണിയുടെ വക്കിലെത്തി നിൽക്കുന്ന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത. ഈ കെടുകാര്യസ്ഥത കാരണങ്ങളും CAG ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവ എന്താണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് DBT സെല്ലും വിവിധ വകുപ്പുകളും തമ്മിൽ ആശയവിനിമയമില്ല. അപേക്ഷകരുടെ സ്വത്ത് വിവരം സംബന്ധിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാപ്തരായ ഉദ്യോഗസ്ഥരില്ല. പെൻഷൻ കമ്പനിയും DBT സെല്ലും തമ്മിൽ കോർഡിനേഷനവും ഇല്ല. പേര് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണെങ്കിലും പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. സേവന പെൻഷൻ സോഫ്റ്റ്വെയറും രജിസ്റ്റർ ഓഫ് ഡെത്തും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ ന്യായമായും ചിന്തിക്കും, ആരാണ് ഈ 1485 പേര് അനർഹമായി പാവങ്ങളുടെ പെൻഷൻ തട്ടിച്ച് എടുക്കുന്ന BMW കാറും AC ഒക്കെ ഉള്ള മഹാന്മാരെന്ന്? അവരാരാണെന്നുള്ള സൂചനയും മന്ത്രി KN ബാലഗോപാൽ തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളുടെ ഇടയിലൂടെ നമുക്ക് കയറിയാൽ അത് മനസ്സിലാക്കും. മന്ത്രി ഇങ്ങനെയാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്: ഈ കുറ്റക്കാരെ എല്ലാം നമ്മൾ കണ്ടെത്തും. അവരുടെ പേരിൽ വകുപ്പല നിയമതല നടപടികളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ പേര് ഞങ്ങൾ പുറത്തു വിടുമെന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല. അപ്പോൾ നടപടി ഉണ്ടാവും. പേര് പുറത്തു വിടാൻ മടിയുണ്ട് എന്ന് പറയുമ്പോൾ അവർ ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏത് പാർട്ടിക്കാരാണ് ഇത്തരം വൃത്തികെട്ട നാരിത്തരങ്ങൾ പങ്കെടുക്കുന്നത് എന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണും. നിങ്ങൾ അതാരോടും പറയേണ്ട, മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിലായി കാണുമല്ലോ കാര്യം. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി ഇനി നമ്മൾ കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഒരു സ്കൂട്ടർ അപകടത്തെ തുടർന്ന് കുറച്ച് ദിവസമായി സുഖമില്ലാതിരിക്കുകയായിരുന്നു. 1.5 മാസത്തോളമായി ഒരു വീഡിയോ ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന് ക്ഷമിക്കുന്നു കരുതുന്നു. ക്ഷേമാന്വേഷണം നടത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വരെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി വീണ്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.